ഹലോ. അപ്പോഴേ ഞാൻ ഇന്ന് കുറച്ച് മാങ്ങയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങയല്ല, ഒരുപാട് മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ. ഒരുപാട് മാങ്ങ കഴിച്ച് ഇതിപ്പം മാമൻ്റെ വീട്ടിൽ പൊട്ടിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അമ്മ പഴുക്കാൻ വേണ്ടിയിട്ട്. അമ്മമ്മ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പഴുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. നമ്മൾ പഴുപ്പിച്ച് വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ. ഉള്ളിൽ നല്ലോണം പഴുത്തിട്ടുണ്ടാവും. ചെറിയൊരു മാവിൻ്റെ തൈയിൽ നിറയെ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്കുള്ള ഇത് കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ അന്ന് കുറച്ചൊക്കെ എടുത്ത് പഴുത്തൊക്കെ കഴിച്ചു പോയി. അപ്പോൾ ബാക്കി പഴുത്ത വെച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് ഒരുവിധം മാങ്ങയൊക്കെ പഴുത്തതുള്ളതൊക്കെ ഞാൻ എടുത്ത് ഒരു ജ്യൂസ് ഐറ്റം, ഇപ്പം ചൂടല്ലേ, അപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഇതിനെന്ന് പറയുകയാണെങ്കിൽ നല്ല കട്ടി മധുരമാണോ ചോദിച്ചാലല്ല, എന്നിരുന്നാൽ നല്ല പഴുപ്പുണ്ട് വെച്ചാൽ നല്ല ഓറഞ്ച് കളർ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചിട്ട് നല്ല ഓറഞ്ച് കളറായിട്ട് നിൽക്കും. നല്ല പഴുത്തിട്ടുണ്ടാകും. ഒരു മധുരവും ഒരു ലൈറ്റ് ഒരു നേരെ ഇതിൽ പുളിയും ഉണ്ടാവും ഇതിന്. പക്ഷെ നല്ല രസമാണ് ജ്യൂസ് അടിച്ചാൽ. നല്ല ആരുള്ള മാങ്ങ കേട്ടോ. ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അത്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി ഒന്നും പറയാൻ പറ്റില്ല, മാങ്ങ ജ്യൂസ് അടിക്കുക. അപ്പം ചൂടല്ലേ, അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ജ്യൂസാണോ ചോദിച്ചാൽ, ഇതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞില്ല, കുറച്ച് മാങ്ങ എടുത്തിട്ട് പഴുത്ത് പോയി. ഞാനിവിടെ അങ്ങനെ ജ്യൂസ് അടിക്കാറില്ല, മക്കൾക്ക് വലിയ താല്പര്യമില്ല, ജ്യൂസിനോടൊന്നും വലിയൊരു ഇതില്ല. ജ്യൂസ് അടിക്കുക എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഒരു തവണ ഇതിൻ്റെ മുമ്പ് കൊണ്ടുവന്നപ്പോൾ ഞാൻ മക്കൾക്ക് അങ്ങനെ അടിച്ചു കൊടുത്തു. അവർക്ക് അങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുന്ന ജ്യൂസിൻ്റെതെന്ന് പറയുന്നത് പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസാണ്. അപ്പോൾ ഇപ്പം ഈ ചൂട് കാലത്ത് നല്ല തണുത്ത അത് കഴിച്ചാൽ വേഗം തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരും. അപ്പം ഞാൻ അതിനോട് ഒരു ഇത് കൊടുക്കാറില്ല. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. പിന്നെ അതേമാതിരി ചെനച്ച മാങ്ങിൻ്റെ അകത്ത് ഇപ്പ് മുളകൊക്കെ ഇട്ടിട്ട്, ഒരുപാടല്ല കേട്ടോ, ഇങ്ങനെ ഓരോ വീഡിയോയിലും ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അങ്ങനെ വേണമെന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഇതാക്കി കഴിക്കും. അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കും, കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ച്, നല്ല തണുപ്പാവില്ല, ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട്, നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് ക്യൂബ് ടൈപ്പാക്കി മുറിച്ചിട്ട് ഞാൻ പ്ലേറ്റിലിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ജ്യൂസൊന്നും വെച്ചിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ കറി വെച്ചിരുന്നു, മറ്റേ നാട്ടുമാങ്ങ എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ നാട്ടുമാങ്ങ എന്നാണ് പറയുക. എന്താ ചക്കര മാങ്ങയോ അങ്ങനെയൊക്കെ പറയുമായിരിക്കും, പല സ്ഥലങ്ങളിൽ പല പേരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നാട്ടുമാങ്ങ എന്ന് പറയാം. അതായത് കുഞ്ഞി മാങ്ങ, കറി വെക്കുന്ന മാങ്ങ. അത് കറി വെച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് മാങ്ങേനോടുള്ളൊരു ഉത്സവം തന്നെ ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പം ഇതാ നമ്മളവിടുന്ന് നമ്മളെ മാമൻ്റെ വീട്ടിൽ നിന്നുള്ള മാവിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ച് പഴുപ്പിച്ചത്. അല്ലാണ്ട് ഒരുപാട് മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടും അല്ലാതെ കൊണ്ട് തന്നിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് അവിടുത്തെ നിന്ന് ലാസ്റ്റ് ഇതാണ്. ബാക്കിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു, എല്ലാവരും വീട്ടിലേക്കും കൊടുത്തു കഴിഞ്ഞു. കുറേ ഇവിടെ കൊണ്ടുവന്നിരുന്നു, കുറേ ഞങ്ങൾ എടുത്ത് പഴുത്തതൊക്കെ ഇങ്ങനെ വെച്ച് അതായിപ്പോയില്ല. അപ്പം ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കും. പിന്നെ ഇത് ചെനച്ചാൽ തിന്ന് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇപ്പോഴും ടേസ്റ്റ് അല്ലാന്നല്ല പറഞ്ഞത്. നമ്മൾ മാങ്ങയൊക്കെ പഴുത്തുമ്പോൾ തേന് പോലെ ഉണ്ടാകുന്ന മാങ്ങകളുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് പഴുപ്പ് നല്ലോണം ഉണ്ടാവും. പുറത്ത് കളർ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, ഒരു മഞ്ഞ കളർ, നമ്മൾ മാങ്ങയുടെ കളർ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഉള്ളിൽ നല്ല പഴുത്തിരിക്കുന്നുണ്ടാവുക. എന്നാലും നല്ല മധുരം ഉണ്ടാവും, നേരൊരു ടൈപ്പിലൊരു പുളി ഉണ്ടാവും, നല്ല ആരും ഉണ്ടാവും മാങ്ങയ്ക്ക്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ മാങ്ങയ്ക്ക്. ചെറിയൊരു മാവാണ്, നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം കേട്ടോ. എല്ലാവർക്കും കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല ബാക്കിയാണ് അത്. അപ്പം ഞങ്ങൾ ഇത് വെച്ചിട്ട് ഒരു ഒരു ഷേക്ക് അത് കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ഇടാൻ ലേറ്റായി പോയിട്ടുണ്ട്, ഓരോ വീഡിയോ ഇട്ട് വരുമ്പോൾ. കാരണം ഞാൻ അന്നന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ അന്നന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ അന്നന്ന് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. കാരണം അല്ലാണ്ട് പിറ്റേന്നേക്ക് വെക്കുമ്പോൾ ഫോൺ മെമ്മറിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നന്ന് എടുക്കുന്ന വീഡിയോ അന്നന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മക്കളെ കയ്യിലൊന്ന് ഫോൺ കിട്ടിയിട്ടുണ്ട്, ചില വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഒരു ടൈമിനിക്ക് എത്താൻ പറ്റാത്ത ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം, സബ്സ്ക്രൈബ് ചെയ്യണം വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ഞാൻ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.
അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കട്ടെ. ഞാൻ മക്കൾ കഴിക്കുന്നതിനെ കൊണ്ട് ഞാൻ തണുപ്പിച്ചിട്ടുള്ള സംഭവം അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ മാങ്ങയിൽ പാൽ ഞാൻ തണുപ്പിക്കാറില്ല കേട്ടോ. നമ്മൾ വാങ്ങിച്ച പാൽ തിളപ്പിച്ച് ചൂടാറാൻ ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചാലാണ് നമുക്ക് ജ്യൂസ് അടിച്ചാൽ കുടിക്കാൻ തോന്നുന്ന സംഭവം ശരിയാണ്. പക്ഷെ ഞാൻ ചൂടുകാലത്ത് ഞാൻ മക്കൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കാറില്ല. ചൂടാകുമ്പോൾ കൂടുതൽ ചൂടാണ് നമ്മൾ തണുത്ത വെള്ളം ഉള്ളോട്ട് കൊടുക്കുമ്പോൾ അപ്പമുള്ളൊരിത് മാത്രമേ ഉള്ളൂ. പിന്നീട് അതൊരു ഇതായി മാറും. ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഇപ്പോഴും കുടിക്കുക. അപ്പം ഈ മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കട്ടെ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറിലധികം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ട് നല്ലൊരു കുഴപ്പമില്ല, വലിയ തണുപ്പില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ കഴുകി, തണുപ്പുണ്ടോ ഉണ്ട്, നല്ലതൊരു തണുപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകി നമുക്കിതൊന്ന് ചെത്തി എടുക്കാം കേട്ടോ. നല്ല ചെന ഉണ്ട് കേട്ടോ. ചെന എന്നാണ് ഞങ്ങളോട് പറയുക. നമ്മൾ ഈ മാവിൻ്റെ മാങ്ങയുടെ ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിക്കുന്നതിന് ചെന എന്ന് പറയും. അപ്പോൾ നല്ല ചെന ഉണ്ട്. അത് കാണുന്നുണ്ടോ അറിയില്ല, അവിടെ വരുന്നത് നല്ല ചെന ഉണ്ടാവും കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് ഓരോ പേര് പറയുമായിരിക്കും, അറിഞ്ഞൂടാ. നമ്മളിവിടെ ചെന എന്ന് പറയും, അതേ എനിക്കറിയുള്ളൂ. നമ്മൾ മുറിക്കുമ്പോൾ പച്ച മാങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെന തെറിക്കില്ലേ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ നല്ല പഴുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഡാർക്ക്നെസ് കുറവായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ മാങ്ങയിൽ കാണുന്ന അതേ കളറല്ല ഫോണിൻ്റെ അകത്ത് കാണുന്നത്. നല്ല ഡാർക്ക് ഉണ്ട് കേട്ടോ. അത് നമുക്കിത് മൊത്തമായിട്ടിങ്ങനെ അല്ല നമ്മളിങ്ങനെ ചെത്തിയിട്ട് തൊലി ചെത്തിയിട്ട് എടുക്കാം. നല്ല ചൊന വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല്, ആ ചൊനയുടെ ഒരു മണം. നമ്മൾ ഈ കണ്ണിമാങ്ങയൊക്കെ പൊട്ടിക്കൂലേ, അപ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, അതിങ്ങനെ ആ സ്മെല്ലിങ്ങനെ വരുമ്പില്ലേ. പണ്ട് നമ്മൾ എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു കേട്ടോ. സ്കൂളിൽ പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് മാറി പോകുന്നു കേട്ടോ. ആ സ്മെല്ലിങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ എനിക്ക് ചില നേരം അങ്ങനെ ഉണ്ട്. സ്മെല്ല് ചില ഒരു ഇതൊക്കെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അധികം ഈ സ്മെല്ലിലാട്ടോ. സ്മെല്ല് ഒക്കെ ആകുമ്പോൾ ഈ ചോന ഇപ്പം നിങ്ങളെ എന്നെ പറയുന്നില്ല, ഈ ചോനയുടെ സ്മെല്ല് കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് സ്കൂളിൽ പഠിക്കുന്നൊരിതുണ്ട്. അച്ഛൻ്റെ തറവാട്ടിലായിരിക്കുമ്പോൾ, അതായത് ഞങ്ങളെ തറവാട് അവിടെ ആയിരിക്കുന്ന സമയത്ത് തൊണ്ടയാടായിരുന്നു കേട്ടോ തറവാട്. തൊണ്ടയാട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലമാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം അവിടെ മാവുണ്ടായിരുന്നു, മാങ്ങ നിറയെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ്റെ ഏട്ടന്മാരെയും അനിയന്മാരുടെയൊക്കെ മക്കളുണ്ടായിരുന്നു. ഞങ്ങളൊരു തറവാടിലെന്ന് പറഞ്ഞാൽ 7-8 റൂമുള്ളൊരു വലിയൊരു തറവാടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അവിടെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു കാലം ഇപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. മറക്കാൻ പറ്റുന്നില്ല. ട്യൂഷന് പോകുന്നതും മഴ പെയ്യുന്നതും എന്താ പറയുക, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ കാലം മുമ്പ് തിരിച്ച് കിട്ടൂല അറിയാം. പക്ഷെ ഇപ്പോൾ ഈ സ്മെല്ല് കേൾക്കുമ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ മാങ്ങ വീഴുമ്പം നമ്മൾ അതിൻ്റെ ഞെട്ടി ഉണ്ടാവില്ല, ഈ ചെന വരുന്നത് മരത്തിൻ്റെ മേലെ കഴുങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലിട്ടിട്ട് ഒന്ന് ഇതാക്കും. കഴുകൊന്നുമില്ല, നമുക്കറിയില്ല, നമ്മളെ പ്രായം അങ്ങനെയാണ്. അതങ്ങനെ ഇപ്പോൾ എവിടെന്നെങ്കിലും അടുക്കളയിൽ നിന്ന് ആരും കാണാനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തി ഒരുപാട് ഇങ്ങനെ ഇതാക്കിയിട്ട് തിന്നും. ചിരട്ടേൻ്റെ അകത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ തിന്ന ഒരുപാട് ഇതുണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ വരും, ഓരോ സ്മെല്ലും ഓരോ ഇതൊക്കെ വരുമ്പോൾ നമുക്ക്. അപ്പോൾ ഈ ചൊനയുടെ മണം വന്നാൽ പെട്ടെന്നൊക്കെ അവിടെ എത്തിപ്പോയി, ഞാൻ തറവാട്ടിലെത്തിപ്പോയി. ഇപ്പം അതാരോ വാങ്ങിച്ച് വേറെ ആരോ ആണ് നിൽക്കുന്നത് അവിടെ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് സ്ഥലം വീടും വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ തൊട്ട് മൂത്തൊരേട്ടൻ. അപ്പം അവർ മാത്രമുണ്ട് ഇപ്പോൾ അവിടെ. അത്യാവശ്യം റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം ഇപ്പം പോയിട്ടൊക്കെ എത്രയോ ആയി. പക്ഷെ അവിടെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അവിടെ കൊടുക്കണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ എന്തൊരു രസമായിരിക്കും. നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാൽ ആ വീട്ടിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ മക്കളൊക്കെ ആയി വരുമ്പോൾ എന്ത് രസമായിരിക്കില്ലേ. അതൊന്നും ഇനി തിരിച്ച് കിട്ടും തോന്നുന്നില്ല. തിരിച്ച് കിട്ടും തോന്നുന്നില്ല എന്നല്ല, അതൊന്നും തിരിച്ച് കിട്ടൂല.
ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ വേറെ എവിടെയോ എത്തിപ്പോയി ഒരു ചടേണ്ടതിൽ. പക്ഷെ വല്ലാത്തൊരു ഫീലാട്ടോ അത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ. കാരണം അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കാലഘട്ടം അതൊരു ഫീലാട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജ്യൂസ് കഴിക്കാൻ പോവാം. പാല് ഞാൻ പറഞ്ഞില്ല, നേരത്തെ തിളപ്പിച്ചാറിയിട്ടുണ്ടായിരുന്നു പാല്. മാങ്ങയ്ക്കാണ് തണുപ്പുള്ളത് കേട്ടോ. ഇങ്ങനെ ആരും ചെയ്യുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്, തണുപ്പ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന. മാങ്ങയുടെ തണുപ്പ് തന്നെ ഉണ്ടാവും. പിന്നെ മിക്സിയിലടിക്കുമ്പോൾ എന്തായാലും ഒന്ന് ചൂടാവും എന്നറിയാം. കുറച്ച് നേരം അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ. പക്ഷേ മാങ്ങയ്ക്ക് തണുപ്പുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഞാൻ മാങ്ങ നല്ലോണം അടിച്ചതിന് ശേഷം പാലായിരുന്നു ആദ്യം തണുപ്പിച്ച പാല്. അപ്പോൾ ഞാൻ നേരെ മറിച്ച് മാങ്ങ തണുപ്പിക്കും. കാരണം ചൂട് അങ്ങനത്തെ ചൂടാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ ഒരിക്കലും തണുത്ത ഒരുപാട് കഴിക്കാൻ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. കഴിക്കാൻ തോന്നും, അങ്ങനെയുള്ളൊരിതാണ്. അപ്പം കൂടുതൽ ഇതാവുകയുള്ളൂ. ചൂടും തണുപ്പും കൂടി ആകുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ വേഗം ഇൻഫെക്ഷൻ ആവും കേട്ടോ. മക്കൾക്കൊന്നും തീരെ, ചെറിയ മക്കൾക്കൊന്നും ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ലൈറ്റ് ചൂടാക്കിയാലും തിളപ്പിച്ച ആറിയ വെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുക. മധുരമുണ്ടോ മക്കളെ? ഞാൻ പറഞ്ഞ പോലെ നല്ല മധുരമുണ്ട്. ഒരു ലൈറ്റ് പുളി, ഇതിലോ എന്തോന്ന് പാസ് ചെയ്ത് പോകുന്നൊരു നേരിയൊരു പുളി കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ അടിക്കണം, ടേസ്റ്റ് അതാണ് കേട്ടോ. അതാണ് എല്ലാ മാങ്ങേൻ്റെ അതടിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ്. മറ്റേ മാങ്ങ അടിച്ചാലൊന്നും ഞാനും അങ്ങനെ കഴിക്കില്ല, മക്കൾക്കിട്ട് തീരെ താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു തവണ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ടേസ്റ്റ് തോന്നിച്ച് കുടിക്കാൻ തന്നെ. ചെനച്ച മാങ്ങയൊക്കെ ജ്യൂസ് അടിക്കാൻ, പച്ച മാങ്ങ ജ്യൂസ് അടിക്കുന്നത് കണ്ട് നമ്മൾ പഴുത്ത മാങ്ങ ജ്യൂസ് അടിക്കുന്നത്. പക്ഷെ ചെനച്ച മാങ്ങ ജ്യൂസ് അടിച്ച് നോക്കി, നല്ല പൊടിയുള്ള ചെനച്ച മാങ്ങ ജ്യൂസ് അടിച്ച് നോക്കി, എൻ്റെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊക്കെ വേഗം കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഈ മാങ്ങ എന്ത് ചെയ്യണം പറയുക, അങ്ങനെ കഴിക്കണം. അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല, സത്യമായിട്ട് നല്ല പുളിയുണ്ട് കേട്ടോ. അണ്ടിക്കാണ്, മാങ്ങയ്ക്ക് നേരിയൊരു ചെറിയൊരു ഇതുള്ളൂ. ഇനി നമുക്ക് ഓൾറെഡി മാങ്ങയ്ക്ക് മധുരമുള്ളല്ലേ, അല്പായിട്ട് അത്യാവശ്യം ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിന് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊരു പുളി വേണം. നല്ല മധുരമായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ സാധാ ജ്യൂസ് അടിച്ച മാതിരിയാവും. അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടോ. മൂടി വെച്ചില്ലേ, ഭയങ്കര ചോണൻ്റെതാണ്. നിങ്ങൾ ആരും വീട്ടിലുണ്ടോ അങ്ങനെ ചോണ? ഇവിടെ എന്ത് സാധനം, മധുരമുള്ളതാണെങ്കിലും മധുരമില്ലാത്തതാണെങ്കിലും എന്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സൈഡ് കൂടെയൊക്കെ ഉണ്ടാവും. എന്നിട്ടൊക്കെ നമ്മൾ ചൂടുള്ള ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ ചെയ്യാറ്. നല്ല ചോണുണ്ട്. അപ്പം പെട്ടെന്ന് അപ്പം ഞങ്ങൾ ഫുള്ള് പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ അടുപ്പിൻ്റെ അവിടെ ആയിട്ട് വെക്കും. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ നല്ലോണം അടിഞ്ഞ് ഫൈനായിട്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാങ്ങേൻ്റെ പൾപ്പ് എടുത്തിട്ട് അരച്ചിട്ട് വരുമ്പോൾ ഉള്ളൊരു തിക്നെസ് ഉണ്ടാവില്ലേ, അതാണിപ്പോൾ ഇതിലുള്ളത്. ഇനി നമ്മൾ പാല് ചേർക്കണം. പാല് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടില്ല, നമ്മൾ തിളപ്പിച്ച് വെച്ച പാലാട്ടോ. അത് നമുക്ക് കുറച്ച് ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം. ഞാനിത് 3 മാങ്ങേൻ്റെ അകത്തേക്ക് 2 ഗ്ലാസ് പാലാട്ടോ എടുക്കുന്നത്. പാല് കുറച്ച് പാർന്നിട്ടുണ്ട്, നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസും കൂടി
കൂടി പാൽ പാർന്നിട്ട് കാണിച്ചില്ല. 2 ഗ്ലാസ് മൊത്തം പാലാണ് ഇതിൻ്റെ അകത്ത് പാർന്നിട്ടോ. ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ അവിടെ നിന്നൊന്ന് സ്ഥാനം മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജ്യൂസ് വെച്ച സ്ഥലത്ത് ഭയങ്കര വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥാനം മാറ്റിയിട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചത് റെഡിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കസ്കസാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം കസ്കസ് 2 സ്പൂണ് നമ്മൾ ഗ്ലാസിൻ്റെ ഇതിലേക്കൊന്ന് ഇതാക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ നല്ല തിക്കായിട്ടോ, നമ്മൾ ഐസ്ക്രീം എങ്ങനെ ഇതാവുന്നോ അത്രയും തിക്കായിട്ടോ ഇതാ. അപ്പോൾ ഇനി നമ്മൾ 2 സ്പൂണ് വീണ്ടും കസ്കസ് ഇതിൻ്റെ മുകളിൽ ഇതാക്കുക. നമ്മൾ താഴെ ഇതാക്കി കസ്കസ് മുഴുവനും ബൗളിൻ്റെ സൈഡിലായിട്ടാണ് പോകുന്നത്. കാരണം അങ്ങനെ ഞാൻ ഡെക്കറേറ്റ്, അതായത് ഞാൻ പാരുമ്പോൾ മൊത്തം അടിയിലുണ്ടാവില്ല, സൈഡിലോട്ടാണ് പോകുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഒരു ജെല്ലി പോലെ നമുക്ക് ഫീൽ കിട്ടും. ഇതാണ് നമ്മളെ ഡ്രിങ്ക്. നല്ല തിക്നെസ് ഉണ്ടാവും. ലൈറ്റ് തണുപ്പ്, നമ്മൾ തിളപ്പിച്ച് നല്ലോണം ആറി വെള്ളം എങ്ങനെ ആ ഒരു ഇതെങ്ങനെ ആ ഒരു തണുപ്പ് ഇതിനുണ്ടാവുള്ളൂ. ഒരുപാട് തണുപ്പുണ്ടാവില്ല. വിശപ്പിന് വിശപ്പും ദാഹത്തിന് ദാഹവും ഒക്കെ അടങ്ങും. നല്ല തിക്കുണ്ട്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് ഫുഡൊന്നും വേണ്ട. പിന്നെ എന്താ പറയുക, നല്ലൊരു നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ച ഫ്ലേവറാണ്. സാധാ മാങ്ങയ്ക്ക് പാലും പഞ്ചസാരയും തന്നെ അടിക്കുള്ളൂ. അതേ സംഭവമുള്ളൂ ഞാൻ എടുത്തുള്ളൂ. ഈ മാങ്ങയുടെ, അതായത് ഈ മാങ്ങയ്ക്ക് ഉണ്ടാകുന്ന ആ പുളിപ്പും മധുരമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. കാരണം പഴുത്ത മാങ്ങകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ഞാനിന്ന് അതൊന്നും വെച്ചിട്ട് ചെയ്യാണ്ട് ഈ ഒരു മധുരവും പുളിപ്പും കൂടി വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാങ്ങയുടെ മധുരം നമ്മൾ പഞ്ചസാര ഇടുന്നതും മാങ്ങയുടെ ഒരു പുളിപ്പും ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ പാലും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാറ്. മക്കളെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ. ഡ്രിങ്കോ ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും പറയാം. ഇനി പുഡിംഗ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇതൊരു ബൗൾ ഷേപ്പിലോ അല്ലെങ്കിൽ അവ ഷേപ്പിലോ ഏതിലെങ്കിലും ആക്കിയിട്ട് നമുക്ക് ജലാറ്റിനോ അതേമാതിരി കസ്കസ് മാങ്ങ തന്നെ ജലാറ്റിൻ ഉപയോഗിച്ച് ക്യൂബ്, അതായത് അടിച്ചിട്ട് ജലാറ്റിൻ ചേർത്ത് ക്യൂബായി കട്ട് ചെയ്തിട്ട് ക്യൂബാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. പുഡിംഗ് ആയിട്ട് ആക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചാൽ ശരിക്കും പുഡിംഗ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല, എനിക്ക് ഈ തണുപ്പ് മതി. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ കസ്കസൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇതിന്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എന്താ മാങ്ങ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെത്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമല്ലേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്ലീസ് നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്കൊക്കെ വേണ്ടത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഒരു പുഡിംഗ് ടൈപ്പ് ആക്കിയിട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.